السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير. صدق الله مولانا العظيم. പ്രിയ സഹോദരങ്ങളെ, ഉമ്മഹാത്തുൽ മോമിനീങ്ങളിൽപ്പെട്ട മൂന്നാളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പരാമർശിച്ചത്. ആയിഷ റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് ഇനിയും സാന്ദർഭികമായി പരാമർശങ്ങൾ വരും. ഇന്ന് നമ്മുടെ അതിഥി ഒന്നാമത് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹ മദീനയിൽ ചെന്നതിന് ശേഷം വിവാഹം കഴിച്ചതിൽ ആദ്യത്തവർ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ് എന്നതാണ് അതിന് കാരണം. മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശ്വസിച്ച സമയത്ത് തന്നെ വിശ്വസിക്കുകയും മുഅ്മിനത്താവുകയും ചെയ്തതാണ്. നുബുവത്തിൻ്റെ 5 വർഷം മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജറുൽ അസ്വദ് വെച്ച കൊല്ലല്ലേ, തങ്ങളുടെ 35ാമത്തെ വയസ്സിൽ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ആ സമയത്താണ് ജനിച്ചത്. അതേ പ്രായമാണ് മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല. അങ്ങനെ അവരെ മഹാനായ ഹുനൈസ് ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു തആല അൻഹു ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹമായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹവും തന്നെ ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട സ്വഹാബിയാണ്. ഹിജ്റ 2 ഹിജ്റയും ചെയ്ത മഹാനുമാണ്. ഹബശയിലേക്കുള്ള ഹിജ്റയും മദീന ഹിജ്റയും. മദീനയിലെത്തി മുസ്ലിം ലോകം ഷിർക്കിനെതിരിൽ ആദ്യമായി പരസ്യമായി പടപൊരുതിയ ബദറിൽ പങ്കെടുത്ത ധീരയോദ്ധാക്കളിൽ മഹാനാണ് ബഹുമാനപ്പെട്ട ഹുനൈസ് റളിയല്ലാഹു തആല. യുദ്ധത്തിനിടയിൽ മഹാനവർകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. യുദ്ധം കഴിഞ്ഞു, തിരിച്ചു വന്നു. മാസങ്ങളോളം രോഗബാധിതനായി കിടന്നു. പക്ഷേ ആ രോഗം ശമനം ലഭിക്കാതെ മഹാനവറുകൾ വഫാത്താവുകയും മദീന ഷരീഫിൽ മഹാനവറുകളെ മറമാടപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് 20 വയസ്സിനോടടുത്ത് വരുന്നു യഥാർത്ഥത്തിൽ ഹഫ്സ റളിയല്ലാഹു തആല. നല്ല നിറഞ്ഞ യൗവനം തുളുമ്പി നിൽക്കുന്ന സമയത്ത് നേരിടേണ്ടി വന്ന വൈദവ്യം മഹദി അവർകളെ തല്ലൊന്നുമല്ല വിഷമിപ്പിച്ചത്. മാത്രമല്ല അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് അതിലേറെ വിഷമവും പ്രയാസവുമായി. യുദ്ധം കഴിയുന്നത് വരെ 4 മാസവും 10 ദിവസവും കാത്തിരുന്നു. അനന്തരം ഈ ദുഃഖം കെട്ടിയിൽ താൻകെട്ടി നിൽക്കുന്ന ഈ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭംഗിയല്ല എന്നും മഹദി അവർക്ക് നല്ല അനുയോജ്യനായ ഒരു ഭർത്താവിനെ കണ്ടെത്തിയേ തീരൂ എന്നും മനസ്സിലാക്കിയ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ആദ്യമായി പോയത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹിതനുമായ സിദ്ദീഖുൽ അക്ബർ
റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സമീപത്തേക്കാണ്. ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല, അന്ന് ചെറിയ ചെറിയ വയസ്സിൻ്റെ വ്യത്യാസമൊന്നും അത്ര പ്രശ്നമല്ലായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചെന്നിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത കൂട്ടുകാരാണ്. ലൗ അറത്ത ഉസവ്വിജുക ഹഫ്സ ബിൻത് ഉമർ, നിങ്ങൾ താല്പര്യപ്പെടുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പുത്രി ഹഫ്സയെ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാം. അന്നത്തെ സമ്പ്രദായത്തിന് എതിരാണത്. പെണ്ണിനന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ലേ ഉള്ളൂ. പക്ഷേ തൻ്റെ മകളുടെ പ്രത്യേക അവസ്ഥ പരിഗണിച്ചിട്ടും ഇവരെ കിട്ടുകയാണെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും അത് അത്രയും ദുന്യാവിലും ആഖിറത്തിലും ഇസ്സത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചത്. ഇത്രയും അടുത്ത കൂട്ടുകാരനായിട്ട് ഗുണോ ദോഷോ ഒന്നും പറഞ്ഞില്ല, പൂർണ്ണമായും മൗനം പാലിച്ചു. ആദ്യമേ തന്നെ വാനം പണയം വെച്ചിട്ടാണ് അങ്ങോട്ട് മോളെ കെട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ തെരഞ്ഞ് അങ്ങോട്ട് പോയത്. അദ്ദേഹത്തോട് ബഹുമാനപൂർവം അപേക്ഷ വെച്ചപ്പോൾ അതിനൊരു മറുപടി പോലും പറയാതെ തന്നെ അവഗണിച്ചതിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത ആത്മക്ഷതം അനുഭവപ്പെട്ടു. എങ്കിലും സഹിക്കുകയല്ല നിവൃത്തിയില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നല്ലൊരു ബന്ധം ഉമർ റളിയല്ലാഹു തആല അൻഹു ബോധ്യപ്പെടുന്നത്. ഇതേ ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബദറിലേക്ക് പുറപ്പെട്ടതാണ്. പക്ഷേ അന്ന് വസൂരി രോഗം പിടിപെട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖിയ റളിയല്ലാഹു തആല അൻഹ. മക്കളില്ല, അതോടുകൂടി ആങ്ങളമാരും ഇല്ലല്ലോ, ആകുള്ളത് ഭർത്താവും പിതാവുമാണ്. പാപ്പയ്ക്ക് എന്തായാലും പോകാതെ നിവൃത്തിയില്ല. ഇനി ഭർത്താവും കൂടി പോയാൽ രോഗിയായ അവശയായി കിടക്കുന്ന റുഖിയ റളിയല്ലാഹു തആല അൻഹയെ പരിചരിക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആളുണ്ടാവില്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടണ്ട, ഇവിടെ നിന്ന് റുഖിയയ്ക്ക് ഖിദ്മത്ത് ചെയ്ത് അവരെ പരിചരിച്ചാൽ മതി. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന മഹത്വവും പ്രതിഫലവും ദുനിയാവിൽ ലഭിക്കുന്ന ഗനീമത്തും പങ്കെടുത്ത ഒരാൾക്ക് തുല്യമായത് നിങ്ങൾക്ക് തരും, ഈ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പത്നിക്ക് ഖിദ്മത്തിലായി മദീനയിൽ നിലകൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതിന് മുമ്പ് റുഖിയ റളിയല്ലാഹു തആല അൻഹ ഇഹലോകവാസം വെടിഞ്ഞു. യുദ്ധം കഴിഞ്ഞ വാർത്ത ഉടനെ എത്തിക്കാൻ വേണ്ടി അടിയന്തരമായൊരു ആളെ വിട്ട് അദ്ദേഹം മദീനയിൽ വന്ന് ഈ വാർത്ത വിളംബരം ചെയ്യുമ്പോൾ മദീനയിലുണ്ടായിരുന്ന സഹാബത്ത് റുഖിയ റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടി തിരിച്ചു വരാം. അപ്പോൾ താനേറെ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി, അവരുടെ വേർപാട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പത്നിയല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെയാണ് ഭാര്യയായിട്ട് കിട്ടിയിരുന്നത്. അവർ പോയതിൽ അതിലൊരു കുഞ്ഞു പോലും അവശേഷിച്ചുമില്ല. ഒരു കുട്ടി ജനിച്ചിരുന്നു, പക്ഷെ അത് നേരത്തെ മരണപ്പെട്ടു പോയി. ഈ സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തുകൊണ്ടും യോഗ്യനാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ ഭാര്യ ഇപ്പോൾ മരണപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആലോചിച്ചാൽ അദ്ദേഹം എന്തായാലും അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെന്നു തൻ്റെ കൂട്ടുകാരനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോടും ഇതേ ആവശ്യം. ഇൻ അറത്ത ഉസവ്വിജുക ഹഫ്സ ബിൻത് ഉമർ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മൗനം പാലിക്കുകയല്ല ചെയ്തത്, മറിച്ച് എന്ത് പറഞ്ഞു, ആലോചിച്ച് പറയാം എന്ന് പറയുമ്പോൾ തന്നെ ഈ വിവാഹാലോചനയിൽ അത് തന്നെ മതി. മറിച്ച് പെണ്ണ് കാണാൻ പോയി,
പറ്റിയോ ഇല്ലേ എന്ന് ഓല് ചോദിക്കുമ്പോൾ വിവരം അറിയിക്കാന്ന് പറഞ്ഞാൽ വേറെ പുതിയാപ്പിളിനെ അന്വേഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നതുപോലെ കെട്ടന്വേഷിച്ച് വന്നപ്പോൾ എന്തു പറഞ്ഞു? ആലോചിച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ മറ്റെന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇതിനോട് എതിരില്ല, പക്ഷെ സ്വീകരിക്കുന്നതിന് പ്രതിബന്ധമായ എന്തോ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ചെറിയ സമാധാനം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് മിണ്ടാതെ മൗനം പാലിച്ചിക്കല്ലോ. ആലോചിക്കാന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നാൽ ആലോചിച്ചോട്ടെ. ദിവസങ്ങൾ കഴിഞ്ഞു, ഒരു വിവരവും കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ട് വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. ലാ ഉരീദു തസവുജ യൗമി ഹാദാ, ഇപ്പോൾ ഒരു വിവാഹം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ആകെ ചടച്ചു, അപമാനിതനായി എന്ന് തോന്നി ഈ മഹാനവറുകൾക്ക്. സങ്കടവും ദേഷ്യവും വിഷമവും എല്ലാം കൂടി നേരെ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാ സങ്കടവും താത്തിവെക്കാനുള്ള അത്താണി അവിടെയാണല്ലോ. ചെന്ന് പറഞ്ഞു, സങ്കടത്തോടുകൂടി വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, നബിയേ നിങ്ങൾക്കറിയാലോ ഹുനൈസ് മരണപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട ഹഫ്സ ഇന്ന് വിധവയാണ്. അകാലത്ത് വൈധവ്യം വന്ന അവരെ ഒരു വിവാഹം കഴിക്കാതെ നിവർത്തിയില്ല എന്ന നിലയ്ക്ക് ഞാൻ അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗുണവും ദോഷമൊന്നും പറഞ്ഞില്ല. അതെനിക്ക് വല്ലാതെ വിഷമായി. പിന്നെ ഉസ്മാനെ കണ്ടു. ഉസ്മാൻ ആദ്യം ചിന്തിക്കാൻ പറയും, രണ്ടാമത് ഇപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് വേണം? ഏത് സങ്കടവും ദുഃഖവുമായി വരുന്നവരുടെ അത്താണിയും സമാധാനത്തിൻ്റെ കേദാരവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ട്. നിങ്ങളുടെ ഹഫ്സക്കോ ഉസ്മാനേക്കാളും വലിയ ഒരു ഭർത്താവിനെ അള്ളാഹു തരും. ഉസ്മാനാണെങ്കിൽ നിങ്ങളെ മോളെക്കാൾ നല്ലൊരു ഭാര്യയെ അള്ളാഹു തആല കൊടുക്കുകയും ചെയ്യും. അത് കേട്ടപ്പോൾ എന്തോ സന്തോഷമായി. കാരണം ഇപ്പോൾ ഇവിടെ അബൂബക്കറിനെക്കാളും ഉസ്മാനെക്കാളിലും ഹൈറായ ഒരു ഭർത്താവ് ദുനിയാവിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം എന്താ, അതിനൊന്നും ഞാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു വിവാഹബന്ധം, മകളെ കെട്ടിച്ചു കൊടുത്തത് വേറെ, എൻ്റെ ഒരു മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടുക എന്ന് പറഞ്ഞാൽ അത്രക്കൊന്നും ഞാനില്ല, എൻ്റെ കുടുംബമില്ല എന്ന നിലക്ക് വളരെ താഴ്മ ചെയ്യാണ്. എന്നാലും ഒരു ആഗ്രഹം, ഒരു പക്ഷേ അതായിരിക്കുമോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിച്ച് തന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ ഉസ്മാന് എൻ്റെ രണ്ടാമത്തെ ഇനി ബാക്കിയുള്ള മകള് ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹഫ്സയെക്കാളും ഉത്തമമായ അയവൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണ്, മോളാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഉമ്മു കുൽസൂമിനെ വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സേവനവും ത്യാഗവും ആത്മാർത്ഥതയും ദീനിന് അദ്ദേഹം മുഖേന ലഭിച്ച ഇസ്സത്തും പരിഗണിച്ചുകൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്നിയായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ആ സംഭവം തീരുമാനമാവുകയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ വാങ്ങി. ഈ തീരുമാനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. ഇങ്ങോട്ട് എന്നെ നേരിട്ട് പറഞ്ഞു, ഉമറേ നീ എന്നോട് മകളെ കെട്ടാൻ പറഞ്ഞിട്ട് ഞാൻ ഗുണവും ദോഷവും ഒന്നും പറയാത്തപ്പോൾ നീ എന്നോട് ദേഷ്യം പിടിച്ച് കാണും എന്ന്. ഒളിമറിയില്ല, നേർക്കുവാ നേരെ പോൻ്റെ ആളാണ് റളിയല്ലാഹു അൻഹു. ഒരു പറഞ്ഞു, അതെ നല്ല ദേഷ്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ അത്ര ചങ്ങായിമാരാണല്ലോ, എന്തെങ്കിലും പറഞ്ഞൂടെ? മിണ്ടാ പറഞ്ഞ്, ഞാൻ ഹഫ്സയെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശാവറ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് രഹസ്യമായിരുന്നു. മാ കുന്തു ലുഫ്ശിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യമായ ഒരു കാര്യം അന്വേഷിച്ചത് പരസ്യപ്പെടുത്താൻ എനിക്ക് അവകാശമില്ല, മുസ്ലിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ഇത് സിറാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങാനും ഒഴിവാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മോളെ ഞാൻ കിട്ടും. അതിനെന്തും കൊണ്ടും അവർ യോഗ്യത ഉള്ളവരാണ്. പക്ഷേ തങ്ങൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ച കാരണം മുഷാവറ ചെയ്തിട്ടുണ്ടാവും. മുഷാവറ ചെയ്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് തന്നെയാണ് അതിനും. അപ്പം ഇങ്ങനെ ജീവൻ ബേജാറായി നടക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടാലോചിക്കുന്നുണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ പിന്നെ നടന്നിട്ടില്ലെങ്കിൽ താങ്ങാൻ കഴിയൂല ഉമർ റളിയല്ലാഹു അൻഹു. തന്നെയല്ല, ഇത് രഹസ്യമായ വിഷയമായതുകൊണ്ട് അത് പരസ്യപ്പെടുത്താൻ ഒരു മുഅ്മിനായ മനുഷ്യനും അധികാരമില്ല. ഏതായാലും ആ കല്യാണം അങ്ങനെ കഴിഞ്ഞു. ഇതുവരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയും സൗദ റളിയല്ലാഹു തആല അൻഹയേ ഉള്ളൂ ഉമ്മുൽ മുഅ്മിനീങ്ങളായി. സൗദ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഒരു ഭീഷണിയല്ല. കാരണം എന്താ, അത് വല്യമാരേക്ക് വേണ്ട ഒത്താശയും സഹകര്യവും സഹായം ചെയ്തു കൊടുക്കും എന്നല്ലാതെ അവർക്ക് ഒരു ഭർത്താവിനോടുള്ള ലൈംഗികമായ താല്പര്യമൊന്നും ഇല്ലാണും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കാണുന്നത്. അതുകൊണ്ട് ആ രംഗത്ത് സൗദ റളിയല്ലാഹു തആല അൻഹ തനിക്കൊരു ഭീഷണിയല്ല എന്ന് അവർക്കറിയാം. തന്നെയല്ല, വേണ്ട സഹായങ്ങളോ ഒത്താശകളോ ഒക്കെ കിട്ടും ചെയ്യും. ഇതങ്ങനെയല്ല. ഇതെന്തുകൊണ്ടും തന്നോട് തറവാടിത്വത്തിൽ കിടപിടിക്കുന്നവരാണ്. എൻ്റെ ഒപ്പാനോടുള്ളതുപോലെ തന്നെ ഹഫ്സാ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്താത്ത കടപ്പാടുണ്ട്. സ്ഥാനത്തിലും അങ്ങനെ തൊട്ട സ്ഥാനത്തിരിക്കുന്നവരാണ്. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഒരു ഭീഷണിയാകുമോ ഇത്? അതങ്ങനെയാണ്. മനുഷ്യരാണ്, അമ്പിയ മുർസലീങ്ങളൊന്നും ആളില്ലല്ലത്. മനുഷ്യരാണ്, വിശുദ്ധകളാണ്, വലിയ മഹതികളാണ്, സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലാണ് അവർ. എങ്കിൽ പോലും മനുഷ്യനല്ലാതാവില്ല. മനുഷ്യനല്ലാതാവില്ല. അതെന്താന്ന് വെച്ചാൽ, ഒരു നാടൻ ഭാഷയുടെ ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. 4 തല ഒരുമിച്ചാലും 4 മുല ഒരുമിക്കില്ല എന്നൊരു നാടൻ ശൈലി പറയാറുണ്ട്. ഒരു പെണ്ണിനെ സഹിക്കാൻ വളരെ പ്രയാസമാണ്. ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഒരു പെണ്ണിനെ സഹിക്കാൻ വളരെ പ്രയാസമാണ്. അത് സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, വേറൊന്നുമല്ല. അപ്പോൾ അതേ സമയത്ത് അവർ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ്. അറിവിലും സംസ്കാരത്തിലും തഖ്വയിലും ഒക്കെ ഉയർന്നവരാണ്. അതുകൊണ്ട് അവരെ സ്റ്റാൻഡേർഡിലുള്ളതേ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഈ ചീപ്പായ ഈ തെറി പറയലും അതുപോലത്തെ അവഹേളിക്കലും അവമതിക്കലും അതൊന്നുമില്ല. സംസ്കാരം കൊണ്ട് അവരുടെ ആ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടുള്ള ചെറിയ പ്രശ്നം. ഇത് ഹഫ്സാ റളിയല്ലാഹു തആല അൻഹയ്ക്കും മനസ്സിലായിരുന്നു. ഹഫ്സാ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കി. അവർ കുറച്ചുകൂടി പക്വത ഉള്ളവരാണ്. ഷബീബിനെ പോലെയല്ലല്ലോ. ഷബീബിക്ക് അന്ന് 12-13 വയസ്സാകുക. ആ സമയത്ത് ഹഫ്സാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അന്ന് 19 കഴിഞ്ഞ് 20ാമത്തെ വയസ്സിലാണ്. ആ ഒരു പക്വതയും വെച്ചിട്ട് അവർ ചിന്തിച്ചു, സംഗതി എന്തൊക്കെയാണെങ്കിലും ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ സ്ഥാനം എനിക്ക് എന്തായാലും കിട്ടൂല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ സ്ഥാനം എന്തായാലും എൻ്റെ പിതാവിനും കിട്ടൂല. ഇവിടെ ഒരു സംഘടനാത്മകമായ ശൈലി അല്ല വിജയിക്കുക, മറിച്ച് സഹകരണാത്മകമായ വിട്ടുവീഴ്ചയോട് കൂടിയുള്ള ഒരു നീക്കുപോക്കിൻ്റെ ശൈലിയായിരിക്കും വിജയിക്കുക. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു കൊച്ചനുജത്തിയോട് ഉള്ള സ്നേഹവാത്സല്യത്തോടു കൂടി ഹഫ്സാ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയെ സ്വീകരിച്ചു. അപ്പോൾ ഒരു ജ്യേഷ്ഠത്തിയെ കാണുന്ന ഒരു കാഴ്ചയിലൂടെ ഹഫ്സാ റളിയല്ലാഹു തആല അൻഹയെ ആയിഷ റളിയല്ലാഹു തആല അൻഹ കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രശ്നം ലഘൂകരിക്കപ്പെട്ടു. അങ്ങനെ സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ചുരുക്കി പറയാം. മഹദിയായ ഹഫ്സാ റളിയല്ലാഹു അൻഹ എന്തുകൊണ്ടും ഉമർ റളിയല്ലാഹു അൻഹയുടെ മോളാണ്. മഹത്വത്തിലും അറിവിലും തഖ്വയിലും ഇബാദത്തിലും ഒക്കെ ഉന്നതരാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം ഉണ്ടല്ലോ, കണ്ടതുപോലെ പറയും. വെട്ടൊന്നിന് കഷ്ണം 2. അത് ഉമർ റളിയല്ലാഹു അൻഹയുടെ ശൈലിയാണ്. ആയിഷ റളിയല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തിയ ഇന്നഹ ഇബ്നത്തു അബീഹ എന്ന് ഹഫ്സാ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞ് ഇന്നഹ ല ഇബ്നത്തു അബീഹ, അത് ബാപ്പാൻ്റെ മോള് തന്നെ. പക്ഷെ ആ ശൈലി സ്ത്രീകൾക്ക് കുടുംബാന്തരീക്ഷത്തിൽ ഭംഗിയല്ല. സത്യമേ ഉള്ളൂ, ഹക്കേ ഉള്ളൂ, തഖ്വ വിട്ടിട്ടൊരു കളിയില്ല, ഒക്കെ റെഡിയാണ്. എന്നാൽ പോലും വെട്ടൊന്നിന് കഷ്ണം 2 എന്ന ശൈലി
കുടുംബാന്തരീക്ഷത്തിൽ സംഘർഷം നടക്കും. എപ്പോഴും എത്ര ഉന്നത തറവാട്ടിൽപ്പെട്ട സ്ത്രീയാണെങ്കിലും ഭർത്താവിൻ്റെ മുന്നിൽ ഒന്ന് ഒതുങ്ങിക്കൊടുത്ത് ഒരു വിട്ടുവീഴ്ചയുടെ ശൈലിയാണ് കുടുംബാന്തരീക്ഷം സന്തോഷകരമാകാൻ നല്ലത്. അതുകൊണ്ട് അവരുടെ അവകാശം അടിയറ വെക്കണമെന്നോ അവകാശം വിട്ടുകൊടുക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അത് ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭർത്താവ് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അവൻ ജീവിതത്തിൽ ഏതൊക്കെ രംഗത്താണ് ഇപ്പോൾ ഇടപെട്ടത് എന്നും ഇപ്പോഴവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നും അറിയാൻ പറ്റൂല. ചിലപ്പം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, നിരാശപ്പെട്ട് വെറുപ്പ് പിടിച്ച് ദേഷ്യത്തോടെ ഇരിക്കാനും കയറി വരുന്നത്. കയറി വരുമ്പം തന്നെ ഉപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ മറന്നു. ഈ ദേഷ്യം ഈ പ്രശ്നം അങ്ങനെയാണ്. കയറി വന്ന് കാണുമ്പോൾ കണ്ടോ വെറും കയ്യും ഇത് അങ്ങനെ കയറി വരുന്ന മൂപ്പര് എന്താന്നറിയോ ഇവിടേക്ക് അങ്ങനെ വിളമ്പി വെച്ചിട്ടല്ലേ ഉള്ളത് എന്ന് പറഞ്ഞാൽ അടി ഫർണല്ലേ. കാരണം എന്താ, മറ്റേ എല്ലാ ചൂടും കൂടി ഇറക്കി വെക്കാനുള്ള സ്ഥലമാണിത്. പുറത്തുനിന്ന് അനുഭവിക്കുന്ന ഈ സംഘർഷങ്ങളും ചൂടുകളും ഒക്കെ ഇടക്കി വെച്ച് സമാധാനിപ്പിക്കേണ്ട സ്ഥലമാണ് ഭാര്യ. തൽക്കാലം ഒന്നും പറയാതെ സ്വീകരിച്ച് ഒരു വെള്ളം എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞ് ആശ്വാസമായി. കുറെ കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പറയാ, അല്ല ഉപ്പിന് പറഞ്ഞില്ല അത് കിട്ടി കാണാനില്ലല്ലോ, അല്ലാ ഞാൻ മറന്നിട്ടോ, ഞാൻ ഇപ്പം പോയി കൊണ്ടുവരാറിയാണ്. അതേ സമയത്ത് ബന്നിട്ട് കയറുമ്പോൾ ഈ തലയിലെ ചൂടിൻ്റെ അടുക്ക് നിങ്ങളോട് ഒരു ഉപ്പ് പറഞ്ഞാലും കൊണ്ടുവരില്ല, എപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താകുക, ചിലപ്പോൾ അതോട് കൂടി സംഗതി പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ സന്ദർഭം നോക്കി പറയണമെന്ന്. അതാണ് നീക്കുപോക്ക് എന്ന് പറയുന്നത്. അവനവൻ്റെ അവകാശം ഒന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ന്യായങ്ങളും നീതികളും അവിടെയും നടക്കണം. പക്ഷേ ഓരോന്നിനും ഓരോ സന്ദർഭമുണ്ടല്ലോ. സന്ദർഭവും സാഹചര്യവും നോക്കി പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൂടുതൽ കടപ്പെട്ടത് സ്ത്രീയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ തലാഖിൽ വീട് കൂടി ഒന്നിച്ച് ജീവിക്കുന്ന പത്നിമാരിൽ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലാഖ് ചൊല്ലിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരു വിധത്തിൽ പറ്റുന്നതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാഖിലൂല. എന്നാൽ അവർ മോശക്കാരിയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ച് വഹി കൊടുക്കാണ്, ഇർജി ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ വഇന്നഹാ ലസൗജതുക ഫിൽ ജന്ന. തലാഖ് ചൊല്ലിയത് ഹഫ്സയെ തിരിച്ചെടുത്തുകൊള്ളണം നബിയെ. അവര് സാധാരണ സ്ത്രീയല്ല, അവര് രാപ്പകലില്ലാതെ അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്ന വലിയ മുത്തഖിയത്താണ്, അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇന്നഹാ ലസവ്വാമത്തുൻ ഖവ്വാമ, രാവും പകലും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകുന്ന വലിയ മഹദിയായ മുത്തഖിയാൻ. തീർന്നില്ല, വഇന്നഹാ ലസൗജതുക ഫിൽ ജന്ന, തങ്ങൾ നാളെ സ്വർഗത്തിലെ അവിടുത്തെ പത്നിമാരിൽ അല്ലാഹു തആല എഴുതി രേഖപ്പെടുത്തിയ വ്യക്തിയുമാണ്. അതോട് തിരിച്ചെടുത്തോളണം. തിരിച്ചെടുത്തു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ, തിരിച്ചെടുത്തു. പിന്നെയും ഒരിക്കൽ തലാഖ് ചെല്ലാൻ ഉദ്ദേശിച്ചു, പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇനി ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് തിരിച്ചെടുത്തു? തിരിച്ചെടുക്കാൻ കാരണം പറഞ്ഞത്, ഈ വാർത്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാഖ് ചൊല്ലി എന്ന വാർത്ത കേട്ടപ്പോൾ മഹാനവറുകൾ അന്താളിക്കുക മാത്രമല്ല, താഴെ ഇരുന്ന് പോകുക എന്നോ വീണ് പോകുക എന്നോ ഒന്നൊക്കെ പറയാം. അങ്ങനെ കയ്യും കാലും കുഴഞ്ഞിട്ട് താഴെ ഇരുന്ന് തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞ്, ഉമറിനെയും ഉമറിൻ്റെ മകളെയും അള്ളാഹും റസൂലും പരിഗണിക്കുന്നില്ല, അത്രക്ക് മോശക്കാരാണ് നമ്മളെ ഇനി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞവർ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴാണ് അള്ളാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് തിരിച്ചെടുത്തു കൊള്ളാനും അവർ സവ്വാമത്തും ഖവ്വാമത്തുമാണെന്നും സ്വർഗത്തിൽ അവിടുത്തെ പത്നിമാരിൽപ്പെട്ടവരാണെന്നും വിവരം കിട്ടി.
തിരിച്ചെടുത്തു. എപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ടായിരുന്നു, മോളെ തൊട്ട പെരക്കാരവർ. ആയിഷാ ബീവിൻ്റെ വീടും ഹഫ്സാ ബീവിൻ്റെ വീടും നേരെ തൊട്ട. ഇന്ന് നമ്മൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമുഖമായി നിന്ന് ആ പള്ളിൻ്റെ നേരിട്ട സ്ഥലം, അവിടെയാണ് ആയിഷാ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. ഇന്ന് നബി തങ്ങൾ കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഇന്ന് നമ്മൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഹഫ്സാ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. രണ്ട് വീടിൻ്റെ ഇടയിൽ ചെറിയൊരു ഇടവഴി ആളുകൾക്ക് നടന്നു പോകാൻ മാത്രമേ ഉള്ളൂ. അതിന് ആയിഷാ ബീവിൻ്റെ വീട്ടിന് ഒരു ജനലുണ്ട്, ഈ വീട്ടിനോട് നേരെ കൃത്യമായിട്ട്. ഹഫ്സാ ബീവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും അതേ കൃത്യത്തിലൊരു ജനലുണ്ട്. ഈ ജനലിൽ കൂടെ നോക്കിയാൽ മറ്റേ പേരേക്ക് കാണാം, മറ്റേ ജനലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടും കാണാം. ഈ ജനലിൽ കൂടെ അങ്ങോട്ടോട്ട് നോക്കിയിട്ടാണ് പല കാര്യങ്ങളും ഇവർ ആസൂത്രണം ചെയ്യുന്നത്. ആയിഷാ റളിയല്ലാഹു തആല ഹഫ്സാ അവർ രണ്ടാളും ഒരു ഗ്രൂപ്പായിരുന്നു. നേരത്തെ പറഞ്ഞ ഖൈറിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. എന്നാൽ പോലും ഇവരിത് കൈകാര്യം ചെയ്യൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ല, ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും വന്നിട്ടല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മതല്ലാതെ പോരാൻ പറ്റൂല. അതിന് എവിടെയും പോകണ്ട. ഈ ജനൽ വരെ ഒന്ന് ഇങ്ങനെ മുട്ടിയാൽ മതി, ആ മറ്റേ വരെ നിൽക്കണോലും അറിയും. ആ ജനൽ വന്ന് ഇങ്ങനെ മുട്ടിയാൽ മതി, വടക്കണോലും അറിയും. അങ്ങനെ പിൽക്കാലത്ത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു തആല എപ്പോഴും പറയും, മോളെ നിന്റെ അയൽവാസിനി ഉണ്ടല്ലോ, അതിസുന്ദരിയാണ്, കുട്ടിയാണ്, ചെറുപ്പക്കാരത്തിയാണ്, സിദ്ദീഖിൻ്റെ മകളാണ്. ആ ഒരു പരിഗണന നമുക്ക് കിട്ടൂല. സിദ്ദീഖിൻ്റെ സ്ഥാനം ഒരിക്കലും എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തില്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖിൻ്റെ മോളുടെ പരിഗണന എൻ്റെ മോക്ക് കിട്ടൂല. അതുകൊണ്ട് അവരോട് മത്സരിക്കാൻ പോണ്ട, നല്ലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് താഴ്മയോടുകൂടി നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്തോ ഒരു വിഷയം വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ, വീട്ടിൽ ചിലർക്കാരിയൊന്നുമല്ല, ഉസ്മാൻ ബിൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരിയാണ് ഈ ഹഫ്സാ ബീവിൻ്റെ ഉമ്മ, ആദ്യകാല വിശ്വാസികളിൽപ്പെട്ട. എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തട്ടുത്തരം പറഞ്ഞു ഭാര്യ. ഉമർ റളിയല്ലാഹു അൻഹു ചൂടായി. ആഹാ, ഭർത്താവ് എന്ന ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇജ്ജ് അതിൻ്റെ തട്ടുത്തരം പറയാ? ഇജ്ജ് ആരാണ്? ഞാൻ പറഞ്ഞതിന് തട്ടുത്തരം പറയാൻ മാത്രം ഇജ്ജ് ആരാണ്? അതിനത്രയും വലുതായോ? പറഞ്ഞു, നിങ്ങൾ വല്ലാതെ വലുതാവൊന്നും വേണ്ട. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ തങ്ങളോട് വരെ അവിടുത്തെ പത്നിമാര് തട്ടുത്തരം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലുണ്ടോ നിങ്ങള്? അല്ലാ, അങ്ങനെ ഉണ്ടോ ചോദിച്ച്. ആ ഉണ്ട് എന്നല്ല, ചിലപ്പോൾ പകല് മുഴുവൻ പണങ്ങിയേക്കും, വൈകുന്നേരം ആവുന്നവരെ പണങ്ങിയേക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ഇത് കേട്ടപാട് പറഞ്ഞു, വല്ലാഹി ഖാബ വഖസറ ഹഫ്സത്തു. ഹഫ്സന്റെ കാര്യം എല്ലാം പോയി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യത്തിന് തട്ടുത്തരം പറയുക, ഒരു പകല് മുഴുവനായിട്ടൊക്കെ തങ്ങളോട് പണങ്ങി നിൽക്കുക. അള്ളാഹ് റസൂലെങ്ങാനും കൂപ്പിച്ചാൽ അള്ളാഹിന്റെ റസൂലിന്റെ കോപ്പം അള്ളാഹിന്റെ കോപ്പാണ്, ദുന്യാവും ആഖിറവും നഷ്ടപ്പെടും. ഇത് കേട്ട് ഉടനെ ഇറങ്ങി വരുന്നത് ഭാര്യയായിട്ടുള്ള വർത്താനം വിട്ടിട്ട് വേഗം വന്ന് ഹഫ്സാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, മോളെ എൻ്റെ ഉമ്മ പറയാണ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് എതിർവാക്കൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഒന്ന്. അവിടെ നിത്യ സംഭവമാണ്. കാരണം പറഞ്ഞില്ലേ, യഗ്ലിബുന കരീമൻ വയഗ്ലിബുന ലഈമുൻ. കരീമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് തന്നെ ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാവുന്ന സ്ത്രീകൾ എപ്പോഴും വർത്താനം കൊണ്ട് മേലെ കിടക്കും. അതൊക്കെ സഹിച്ചു കൊടുക്കല, അതായ സാധുക്കളല്ലേ എന്ന് കരുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചു കൊടുക്കല. അപ്പം അങ്ങനെ ഉണ്ടോ ചോദിച്ച്. ഉണ്ട്. അല്ല, ഒരു പകലൊക്കെ മുഴുവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മിണ്ടാതക്കലുണ്ട് നിങ്ങളെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ആ അങ്ങനെയുണ്ട് പറഞ്ഞു. ഉടനെ പറഞ്ഞു, മോളെ അത് നമ്മുടെ അവസാനത്തിൻ്റെ തുടക്കമാണ്, അത് നമ്മുടെ അവസാനത്തിൻ്റെ തുടക്കമാണ്. അള്ളാന്റെ ഹബീബ് എങ്ങാനും ഇത് വെറുത്ത് പോയി, മിണ്ടാതക്കണയിൽ ഒരു വെറുപ്പ് വന്നുപോയി, അല്ലെങ്കിൽ തട്ടുത്തരം എതിർവാക്ക് പറഞ്ഞതിനൊരു ദേഷ്യം വന്നു പോയാൽ അള്ളാഹുവിൻ്റെ വളവ് വന്നു പോകും. നമുക്ക് അള്ളാഹുവിൻ്റെ വളവ് വന്നാൽ നമ്മുടെ ദുന്യാവും ആഖിറവും നശിക്കും. അയലോകക്കാരത്തി ചെറുപ്പക്കാരത്തി കുട്ടിയാണ്, നിന്നെക്കാൾ സുന്ദരിയാണ്, സിദ്ദീഖിൻ്റെ മോളാണ്. ഈ പരിഗണനയൊക്കെ വെച്ചുകൊണ്ട് അക്കുട്ടി ചിലതൊക്കെ പറയും. അത് കണ്ട് എൻ്റെ മോള് പറയണ്ട, നിന്നെ ഭാര്യയായിട്ട് തിരിച്ചെടുത്തത് നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് വേണ്ടിയിട്ടാണ്.
എൻ്റെ സങ്കടവും ദുഃഖവും സഹിക്കാൻ വയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പരിഗണിച്ചുകൊണ്ട് തിരിച്ചെടുത്തതാണ്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായി ആ പരിഗണന കിട്ടൂല, അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയും. ഇങ്ങനെ ഭാര്യമാരായി കുറച്ച് കഴിഞ്ഞ് നീണ്ട സംഭവങ്ങൾ ധാരാളം ഉണ്ടായിരിക്കൊന്നും കിടക്കാൻ സമയമില്ല. അങ്ങനെ ഒരിക്കൽ ഇവർക്ക് വലിയൊരു ഭീഷണി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വലിയൊരു ഭീഷണി. ഈജിപ്തിലെ മുഖൗഖിസ് ചക്രവർത്തി ഏറ്റവും സുന്ദരികളായ 2 അടിമകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയായി കൊടുത്തയച്ചു. ഒന്ന് സീരീൻ എന്ന പേരിലൊന്നും മറ്റൊന്ന് മാരിയ എന്ന പേരിലും. 2 തുല്യ സുന്ദരികളാണ്, എല്ലാം കൊണ്ടും യോഗ്യകളാണ്. അവർ ഒരു യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട രാജകുമാരിമാരാണ് അവർ ശരിക്ക്. പക്ഷേ അവിടുത്തെ ഈ നസാറ രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു രാജകുടുംബത്തിൽപ്പെട്ട രാജകുമാരിമാരെ മറ്റേ രാജാക്കന്മാർ തടവിടിച്ചതാ. അങ്ങനെയാണ് മുഖൗഖിസിൻ്റെ അവിടെ അടിമയായിട്ട് കുട്ടികൾ വന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽപ്പെട്ട മാരിയയെ അടിമയായി എടുത്തു. അതോടുകൂടി ഇവർക്കാകെ വിഷമായി. ഈ മിസ്രി പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ചാണ് മുതിർന്നാൽ പിന്നെ ഒരു കോലം കൊടുങ്കുലും. യൗവനത്തിൽ മറ്റ് ഒരുവിധം നാട്ടുകാർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകമായ വശ്യ സൗന്ദര്യം. മിസ്രി പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ലോകത്തന്നെ എണ്ണപ്പെട്ട സുന്ദരിമാരാണ്. അതിൽപ്പെട്ട ഒരു രാജകുമാരിയായ സുന്ദരിയാണ് ഇപ്പം നമുക്ക് ഭീഷണിയായിട്ട് കടന്നു വരുന്നത്. സംഗതി ഭീഷണി തന്നെയാണ്. പിന്നെ അത് കൂടുതൽ വളരാത്ത എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്ത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് കവി പറഞ്ഞതുപോലെ 2 കളത്രത്തെ കൊണ്ട് നടക്കുന്ന തണ്ട് തപ്പിക്ക് സുഖമില്ലൊരിക്കലും എന്ന് കവി പറഞ്ഞ പോലെ 2 പെണ്ണുങ്ങളുണ്ടായാലേ അപ്പരേല് പിന്നെ വെള്ളം കുടിക്കണമെങ്കിൽ ഹോട്ടലിൽ പോകേണ്ടി വരും. ചിലപ്പോൾ പനിച്ച് കടന്നാൽ ഒരു ചൂടുവെള്ളം കിട്ടിയില്ല എന്ന് വരും. ഓള് കൊടുക്കട്ടെ എന്ന് എഴുതും, വെളു കൊടുക്കട്ടെ എന്ന് മറ്റോള് എഴുതും. ഓളോടല്ലേ വലിയ സ്നേഹം കൊണ്ടുവരുന്നത് നോക്കട്ടെയാണ്ട് മറ്റോളും പറയും. എന്താന്നറിയോ, പൊന്നാരപ്പെട്ട ഭാര്യയല്ലേ, കൊടുക്കട്ടെ. ഈ സാധുവിന് 2 കിട്ടത്. അതേ സമയത്ത് ഇവന്റെ ഹിക്മത്ത് കൊണ്ട് ഒരാളെ ഏറെ സ്നേഹിക്കണോട് കേടൊന്നുമില്ല. പ്രത്യക്ഷത്തിൽ നമ്മളെ 2 ആളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നതെന്നും ഒരു പൊടുത്തം വിട്ട സ്നേഹമൊന്നും നമ്മളോട് ഇല്ലാന്നും അധികം കളിച്ചാൽ മൂപ്പര് പുറത്താക്കും എന്നുള്ളൊരു പേടിയും വേണം. ഇല്ല, എന്നോട് ഓളക്കാട്ടിലും കുറയാത്ത സ്നേഹമുണ്ടെന്ന് ബാഹ്യമായി തോന്നിക്കും വേണം. അത് 2നോടി ഒരു ഭർത്താവിന് കഴിഞ്ഞ പോലെ 4 കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പലരും പരാജയപ്പെടുക. ഇവിടെ മുത്തുക്ക് നോക്കി ചിരിക്കുന്ന ഓള് കാണാൻ പാടില്ല. അത് ഏതുകൊണ്ടും പറ്റൂല. 2 പെണ്ണുങ്ങളോടത്തെ ഇവളെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുന്നതാണ് മറ്റോള് വിളങ്ങും, മറ്റോളെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുന്നതാണ് ഇവള് വിളങ്ങും. പക്ഷെ അവർക്കതൊന്നുമില്ല. അവരുടേതായ ആ തഖ്വയുടെ ആ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ടേ ഉള്ളൂ. എന്നാൽ പോലും മനുഷ്യന്മാരാണല്ലോ. മാനുഷികമായ അവസ്ഥ വെച്ചിട്ട് കൂടുതൽ സൗന്ദര്യവും വശ്യതയും യൗവനവുമുള്ള സ്ത്രീകളോട് ഭർത്താവിന് കൂടുതൽ താല്പര്യമുണ്ടോ? അപ്പം നമ്മളോട് സ്നേഹം കുറയോന്ന്. നമ്മളോട് സ്നേഹം കുറയോ? ഓലെ സ്നേഹിക്കണോണ്ട് വരിക്കത്തിട്ടുണ്ടായിട്ടില്ല. കൂടുതൽ സൗന്ദര്യമുള്ളവരും കൂടുതൽ സ്വഭാവ ഗുണങ്ങളുള്ളവരും ആണെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം പെടും. അങ്ങനെ ഇതിവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയം. പിന്നെ അവർക്കൊരു സമാധാനം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്ത് പത്നിയാക്കിയിട്ടില്ല, മറിച്ച് അടിമ സ്ത്രീയാണ്, മുഫ്തരിസത്താണ്. അതിപ്പോൾ ഒരു ഭാര്യയുടെ പദവിയൊന്നും ഏതായാലും ഇല്ല. അങ്ങനെ സമാധാനിച്ച്. എന്നാൽ പോലും അവരുടെയൊക്കെ മനസ്സിൽ ഇതിങ്ങനെ അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഹഫ്സാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ഉറങ്ങി വരികയാണല്ലോ. ഹഫ്സാ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ദിവസം പകൽ എന്തോ ഒരാവശ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് സ്വന്തം വീട്ടിൽ ഉമ്മാനും ബാപ്പാനും കാണാൻ വേണ്ടി പോയി. വൈകുന്നേരം ആകുമ്പോഴത്തേന് വന്നാൽ മതി, സമയമുണ്ട്. ആ സമയത്താണ് മാരിയത്തുൽ ഖിബ്തിയ യഥാർത്ഥത്തിൽ മദീന പട്ടണത്തിലല്ല, മദീന പട്ടണത്തിന് പുറത്തുള്ള, എന്നാൽ പ്രത്യേകം ആ പേരിൽ തന്നെ അറിയപ്പെടുക
മറിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രദേശം നിലനിൽക്കുക. അവിടെ നിന്ന് വന്നതാണ് കാര്യം, എന്തോ സംസാരിക്കാനോ കാര്യങ്ങൾ നിറവേറ്റാനോ വേണ്ടിയിട്ട് വന്നതാണ്. വന്നപ്പോൾ ഏതായാലും ഹഫ്സ റളിയല്ലാഹു തആല വീട്ടിലില്ല, വീടൊഴിവാണ്. അപ്പം ആ വീട്ടിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമ സ്ത്രീയല്ലേ, അവരുമായി ബന്ധപ്പെട്ടു. വൈകുന്നേരമാവും നിൽക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല ആവശ്യമുണ്ടെങ്കിലോ ഹിദ്മത്തിന് വാപ്പാനും മാനും കാണാൻ പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റൂല. കാരണം തൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ദിവസമാണ്. അപ്പോൾ നബി തങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായെങ്കിലോ എന്നിരുന്ന് ഇവർ വേഗം തിരിച്ചു വന്നു. ഇവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരി താത്തിയിട്ടുണ്ട്, ഉള്ളിൽ ആളുണ്ട് എന്ന് മനസ്സിലായി. എപ്പോഴും പേടി ശങ്കയാണ്. മാര്യത്തുൽ ഖിബ്തൻ്റെ അവിടെ പോവോ അവരിങ്ങോട്ട് വരുമോ, പോവോ വരും. ബാക്കി ഭാര്യമാരൊന്നും വരില്ല, കാരണം അവർക്കൊക്കെ സ്വന്തം സങ്കേതം, സ്വന്തം വീടുണ്ട്. ഇപ്പോൾ ആർക്കും ഉറപ്പായി, പുറത്തെത്തിയപ്പോൾ ആർക്ക് ഹഫ്സ റളിയല്ലാഹു തആല ഉറപ്പായി അകത്ത് മാരിയുണ്ട്. സത്യമാണ്. അങ്ങനെ മാര്യത്തുൽ ഖിബ്ത റളിയല്ലാഹു തആല ഇറങ്ങി പോകുന്നത് വരെ അവർ പുറത്തിരുന്നു, അത് കയറാതെ അവരിറങ്ങിപ്പോയി. പിന്നത്തെ കഥയൊന്നും പറയണ്ട. ആകെ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചെന്നത്. ഞാനൊരു മോശക്കാരിയാണെന്നൊക്കെ അറിയാം, എന്നാലും എൻ്റെ ദിവസത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കട്ടിലുമ്മൽ വെച്ചിട്ടല്ലേ നിങ്ങൾ അടിമ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് എനിക്കെന്ത് സ്ഥാനങ്ങൾ ഇവിടെ തന്നത്. ആകെ കരച്ചിലും പിടിച്ചിലുമായി. സംഗതി വിഷമാണല്ലോ, സമാധാനിപ്പിക്കണ്ടേ. ഒരു സ്വകാര്യം ഞാൻ എന്നോട് പറഞ്ഞുതരാം മോളെ, ആരോടും കൊണ്ടരുത്. എന്താ സ്വകാര്യം? ഇജ്ജ് ആരോട് പറയില്ല എന്ന് ഉറപ്പ് പറ, എന്നാ ഞാനൊരു സ്വകാര്യം പറയാറ്. ഞാൻ പറയില്ല. എന്നാലേ ഈ മാരിയല്ലേ ഇപ്പം നിങ്ങൾക്ക് വലിയ ഭീഷണി. ഇന്ന് മുതൽ മാരിയായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഒഴിവാക്കാം. ഇനി നമ്മൾ അവരുമായിട്ട് ശാരീരിക ബന്ധം ഇല്ല. ആ പ്രശ്നങ്ങൾക്ക് തീർന്നല്ലോ, സന്തോഷമായി. ഇതോടുകൂടി ആ പ്രശ്നം പരിഹാരമായി കിട്ടിയല്ലോ എന്നുള്ള ആൾക്ക്. പക്ഷെ ആരോടും കൊണ്ടരുതെന്നും പറഞ്ഞു. കാരണം എന്താ, സീക്രട്ടാക്കി വെച്ചാൽ മതി, വേറെ ആരും അറിയണ്ടല്ലോ. ഭാര്യമാരാണെങ്കിൽ ദിവസം വീതിക്കൽ വുജൂബുണ്ട്, ഇത് ദിവസം വീതിക്കലൊന്നും വുജൂബില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്തായിരുന്നു, മാര്യത്തുൽ ഖിബ്തയ്ക്ക് ഗർഭവും കൂടി ധരിച്ചു. അതോടുകൂടി ഒരാളോടും ഒരു വിഷമവും ഇല്ലാത്ത ഉമ്മു സലമ ബീവി, അവരെ അല്ലാഹു തആല അങ്ങനെ പ്രത്യേകം നബി തങ്ങളുടെ ദുആ കൊണ്ട് ആക്കി കൊടുത്തതാണ്. ബാക്കി 8 ആളുകളടുത്ത് നബി തങ്ങൾ പോയി, അവിടെ പോയിട്ട് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഒരു വിഷമവും ഇല്ല. ഈ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന യാതൊരു വിഷമവും പ്രയാസവും ഇല്ലാത്ത വളരെ ശാന്തയാണ്. അവർ വരെ ഈറ്റായി, ചൂടായി. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആർക്കും ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. പണ്ടെന്നോ ഖദീജ ബീവിക്ക് കുട്ടികളുണ്ടായതല്ലാതെ അതിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാനേ വിധങ്ങൾ. ആയിഷാ ബീവിനൊക്കെ ആകെ പറഞ്ഞ് തള്ളിയിടലയിമല. പണ്ടൊരിക്കൽ പറഞ്ഞു, വയസ്സായി പല്ല് പോയി തൊണ്ണുള്ളൊരു തള്ള എന്നോ മരിച്ചു പോയത്, അതിൻ്റെ പോരിശ്യം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനേക്കാൾ ഹൈറായത് എത്ര പെൺകുട്ടികൾ നിങ്ങൾക്ക് ഭാര്യമാരായി കിട്ടി. നല്ല ന്യായ ബാഹ്യമായിട്ട് കേട്ടോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖല്ലാ മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഒരാളെ എനിക്ക് പകരം തന്നിട്ടില്ല. ഇമാം അഹ്മദിന്റെ റിവായത്തിലുണ്ട്, ഖല്ലാ മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ എന്ന് പറഞ്ഞിട്ട് പറയാ, എല്ലാവരും എന്നെ അവിശ്വസിച്ചപ്പോൾ അവർ വിശ്വസിച്ചു, എല്ലാവരും എനിക്ക് സാമ്പത്തികമായി തടഞ്ഞപ്പോൾ അവർ സമ്പത്ത് കയ്യയച്ച് എനിക്ക് തന്നു, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർ എന്നെ കൂട്ടിപ്പിടിച്ചു, എല്ലാ മക്കളും എനിക്ക് അവരിൽ നിന്നിട്ടാണല്ലോ ഉണ്ടായത്, നിങ്ങൾക്ക് ആർക്കും സന്താനങ്ങൾ ജനിച്ചില്ലല്ലോ. അപ്പം സന്താനം ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഖദീജ ബീവിയുടെ പ്രത്യേക സ്ഥാനങ്ങളിൽപ്പെട്ട ഒരു മുഖ്യ സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്കാണ് ഇനി കയറി വരാൻ പോകുന്നത്. ആര്? മരിയത്തുൽ ഖിബ്തിയ്യ. ആ സ്ഥാനത്തേക്കാണ് കയറി വരുന്നത്. പിന്നെ മറ്റൊരു സ്ഥലത്തോ ഈ ഒന്നിച്ച് നിൽക്കുന്നിടത്താണ്, ഈ ചൂടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വകാര്യം കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടും പറയരുതെന്ന് ചട്ടം കെട്ടിയിട്ടാ പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാണ്ട് ഇറങ്ങിയത് പരമാർത്ഥം ഇതൊന്നും പറയാൻ കഴിയില്ല. പുറത്തെവിടെ ഇറങ്ങിയിട്ട് ചേട്ടാ, അത് മനസ്സിലാക്കണ്ട. ആരും പുറത്തിറങ്ങിയിട്ടില്ല. ജനലിങ്ങനെ ഒട്ടിയിട്ട് പറഞ്ഞു, ആയിഷ കുട്ടിയെ ഇജ്ജ് അറിഞ്ഞോണ്ടേ ചോദിച്ചു. എന്ത്?
എന്നാ കിട്ടിപ്പോയി കോള് പറഞ്ഞു. എന്ത് 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 ചോദിച്ചു. അത് ഇജാരോടും പറയണ്ടട്ടാ, ഞാൻ സ്വകാര്യം പറയാം, എന്നോട് ആരോട് പറയരുതെന്ന് പറഞ്ഞേണ്. മാരിയല്ലേ നമുക്ക് വലിയ ഭീഷണിയായിട്ടുള്ള ഓളെ നിമിത്തങ്ങളെ അറാമാക്കിയാണ്. ഇങ്ങനെ കാത്തു തിരിക്കുക. അവസ്ഥ പറഞ്ഞതിൽ പൗതി ശരിയും പൗതി ശരിക്കോടും ഉണ്ടോന്നൊരു തോന്നല്. നബി തങ്ങളാണ് കയറി ചെല്ലര് പരമാർത്ഥ. അല്ല നബി നിങ്ങളെ മാരിയനെ അറാമാക്കി ചോദിച്ചു. ആരെ അറിഞ്ഞു ചോദിച്ചു? മാരിയനെ അറാമാക്കി ആരെ പറഞ്ഞു ചോദിച്ചു? ഹഫ്സ അറിഞ്ഞതിനോട്. അപ്പൊ ഹഫ്സനോട് ഒരു കുട്ടിനോട് മുണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ചട്ടം കെട്ടിയതാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഷോക്കായി പോയി. അങ്ങനെയാണ് രണ്ടാമതും തലാഖെല്ലാം തീരുമാനിച്ചു. ഇവിടെ വെച്ച് കൊണ്ടിരുന്നൂടാ എന്നൽക്ക്. പക്ഷേ ചെല്ലാൻ സന്ദർഭം കൊടുത്തില്ല. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പാടില്ല, തലാഖെല്ലാം പാടില്ല. അത് മാനുഷികമാണ്, സഹജമായ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണത്. സഹപത്നിമാരോടുള്ള ഒരു വാശി വീറ് എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജ. അതിനൊന്നും അത്ര വാശി പിടിക്കേണ്ടതില്ല. ഇന്നഹാ സവാമത്തും കവാമ. അവർ വലിയ മുത്തഖിയാത്തുകളിൽപ്പെട്ട വലിയ മഹതിയാണ്. രാപ്പകലില്ലാതെ ഇബാദത്തിൽ മുഴുകുന്നവരാണ്. സ്വർഗത്തിൽ നിങ്ങളുടെ പത്നിയാണ്. നമ്മൾ തലാഖ് വേണ്ടെന്ന് വെച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹരീമിൻ്റെ ഏതാനും ആയത്തുകൾ തുടരെയായി ഈ വിഷയത്തിൽ പരാമർശിച്ചുകൊണ്ട് ആയത്തിറക്കി. ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. അല്ലാഹു തആല പറഞ്ഞു, നബിയേ അങ്ങ് മാരിയെ ഹറാമാക്കി എന്ന് പറഞ്ഞ് സത്യം ചെയ്തില്ലേ, അതിന് കഫാറത്ത് കൊടുക്കണം നിർബന്ധമായും. ആ വാക്ക് പാലിക്കാൻ പാടില്ല. ലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക. അല്ലാഹു ഹലാക്കി തന്നത് എന്തിനാണ്? പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഹറാമാക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന് കഫാറത്ത് കൊടുത്തു. ഇതിന് അവരെ ഒരു പാഠം നൽകിക്കൊണ്ട് സൂറത്ത് തഹരീമിൽ തുടർച്ചയായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അവിടുത്തെ ഖിദ്മത്തുമാവുന്ന നേരായ ചിന്തയിൽ നിന്ന് നിങ്ങളുടെ ചിന്ത വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തൗബ ചെയ്യൽ നിങ്ങൾക്ക് അല്ലാഹു ഫർളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിലോ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അല്ലാഹു നബി തങ്ങളെ സഹായിക്കാനുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാനുണ്ട്. വസാലിഹുൽ മുഅ്മിനീൻ, എല്ലാ സജ്ജനങ്ങളും ഒരർത്ഥമുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് ഹഫ്സയുടെ വാപ്പയാവുന്ന ഉമർ ഖത്താബും ആയിഷ ബീവിയുടെ വാപ്പയാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. മറിച്ച് ആരെ കൂടെ ആയിരിക്കും? അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൂടെ ആയിരിക്കും. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, എണ്ണിയാലൊടുങ്ങാത്ത ബഹുകോടി മലക്കുകളും നബി തങ്ങളെ സഹായിക്കാനുണ്ടാവും. നിങ്ങൾ ഒറ്റപ്പെടും. ഈ സംഭവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു മാസം വരെ ഒരൊറ്റ പെണ്ണിൻ്റെ അടുത്തേക്കും ഞാൻ വരുന്നില്ല. നിങ്ങളെ ഈ ചില്ലറ പ്രശ്നത്തിന് വേണ്ടിയിട്ട് സമയം കളയാനുള്ള സമയത്തിലേക്ക്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും സയ്യിദാണ്, ജിന്നിൻ്റെയും ഇൻസിൻ്റെയും റസൂലാണ്. ഇവർക്കൊക്കെ ഹിദായത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ നന്നാക്കി ആഖിറത്തിൽ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. നിങ്ങളെ ഈ ഞഞ്ഞം മിഞ്ഞം പറയുന്നതിന് സമയം കളയാനില്ല. അതുകൊണ്ട് ഒരു പണിഷ്മെൻ്റ് എന്ന നിലക്ക് ഒരു മാസക്കാലം ഒരൊറ്റ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ വരില്ല. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 9 വീട് നിന്നും മാറിയുന്നു. ഇത് കല്യാണം കഴിഞ്ഞ ഉടനല്ല, പിന്നീട് ആ സംഭവമാണ് പറഞ്ഞ് തീർക്കുകയാണ്. 9 വീടുകളിൽ നിന്നും മാറിയിരുന്നു. എവിടെയും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു മാളിക മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പനത്തടി ചരിച്ചു വെച്ച് അത് കോണിയാക്കി അതിമലൂടെ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ ഏകാന്തവാസം അനുഭവിച്ചു. റബാഹി എന്ന പേരിൽ ഒരു അടിമയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തെ സെക്യൂരിറ്റി ഏറ്റുമിച്ചു, ഒരാളെയും അങ്ങോട്ട് കയറാനേക്കാതെ. ഈ വാർത്ത മദീനത്തോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ തലാഖില്ലേ.
മുസ്ലിം ലോകം ആകെ പേടിച്ച് അമ്പരന്ന് എന്താ നടക്കണം. അപ്പോൾ ഊഴമായിട്ട് വരുന്ന കാലാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നബി തങ്ങളുടെ കൂടെ ഒരു ദിവസം ജോലിക്ക് പോവുക. അന്ന് അൻസാരിയായ ഒരു അയൽവാസിൻ്റെ അയാൾ വരും. പിറ്റേ ദിവസം അദ്ദേഹം ജോലിക്ക് പോകുമ്പം ഉമർ റളിയല്ലാഹു അൻഹു പോകും. അങ്ങനെ ഓരോ ദിവസവും താൻ ചെല്ലുന്ന ദിവസമുള്ള പ്രധാന വാർത്തകളൊക്കെ അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കും. അന്ന് ളുഹ്റിസ്കാരം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിനകത്ത് ആ സമയത്ത് പുറത്ത് ഇറങ്ങൽ കുറവാണല്ലോ. വാതിലും ഇങ്ങനെ ഉറക്കം അടിക്കണ്, മുട്ടല്ല ഉറക്കം ഇങ്ങനെ അടിക്കണ്. ഞെട്ടിയൊന്ന് ആരാണോ ചോദിച്ചു. അപ്പം അയൽവാസിയാണ്. എന്തേ പ്രശ്നം? അപ്പം ഏതോ ഒത്തുഫാൻകാർ യുദ്ധത്തിന് വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ ഉണ്ട്. അല്ല ഒത്തുഫാനികൾ വന്നോ ചോദിച്ചു. അല്ലംറു അഹമ്മുമെന്തായിരിക്ക ഒത്തുഫാനി വന്നാത്ത ബദറും മുഹദ്ദിലും നടന്നു പോലല്ലാതെ എന്താ പൈലാറക്കാനുള്ളത്? ഇവിടെ അതൊന്നുമല്ല, വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു. എന്തേ? തല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാജഹു. ഭാര്യമാരൊക്കെ ത്വലാഖ് ചൊല്ലി. അത് കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ലഖദ് ഖാബ ഹഫ്സതു വ ഖസ്റ. എൻ്റെ പൊന്നാരമോള് ഹഫ്സ പരാജയപ്പെട്ടു, നാശപ്പെട്ടു. അള്ളാഹുവിൻ്റെ ഹബീബ് എല്ലാവരെയും ഒഴിവാക്കിയ കൂട്ടത്തിൽ അവളും പെട്ടല്ലോ. ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞതാണ് ഇത് സംഭവിക്കും, സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ഏതായാലും ആട്ടെ അങ്ങനെ വേഗം ഓടി പള്ളിയിൽ വന്നു നോക്കുമ്പോൾ കുറേ സഹാബാക്കളുണ്ട്. മൂകരായി സങ്കടപ്പെട്ട് ഇങ്ങനെ തല താത്തിയിരിക്കുന്നു. ആരോടും ഒന്നും ചോദിച്ചിട്ടൊന്നും പറയണില്ല. ആരോടോ ഒരാൾ പറഞ്ഞ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളൊക്കെ ത്വലാഖ് ചൊല്ലിയാലോ. അപ്പം പറഞ്ഞു അവനും സൈക്കൂല, കാരണം തന്നെ മാളുണ്ടല്ലോ ഇതിൽ. നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്നു ഇതിന് മുഹല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഈ റബാഹ് എന്ന് പറഞ്ഞ അടിമ കാവലാണ്. സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടിയിട്ടില്ല, കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും മാനസികമായി പിരിമുറുക്കത്തിലാണ്, അതുകൊണ്ട് സമ്മതം കൊടുത്തില്ല. പള്ളിയിൽ തന്നെ വന്നു, കുറച്ചു നേരം നോക്കൂ, ഇരിക്കാൻ കഴിയുന്നില്ല. രണ്ടാമത് വീണ്ടും വന്നു, സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടിയില്ല, തിരിച്ചുപോയി. പള്ളിയിൽ പോയി നോക്കുമ്പോൾ ഇരിക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. അസ്വസ്ഥത കൊണ്ട് ഇതിനൊരു തീരുമാനമായിട്ട് വേണം. പിന്നെ വന്നു, ഇയാൾ സമ്മതം കൊടുക്കൂല എന്നിട്ട് ഉറക്കെയാണ് പറഞ്ഞു, യാ റബ്ബായ് ഇസ്തഅ്ദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കേട്ടോട്ടെ എന്നുള്ള ആൾക്കാർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, വരാൻ പറയാം. അങ്ങനെ ചെന്നു, ചുരുക്കത്തിൽ ചെന്ന് കണ്ട് സംസാരിച്ച് കുറേ തമാശകളൊക്കെ പറഞ്ഞു. നബിയെ തീക്കൊന്നും പറയാതെ നിനക്ക് കാക്കണോ? നമ്മൾ മക്കത്ത് ഭർത്താക്കന്മാർ പറയാ ഭാര്യ അനുസരിക്കുക എന്നുള്ള ലോകത്തെ ഇനിയല്ലോ നമ്മളോ ജീവിച്ചിന്. മക്കത്ത് അങ്ങനെയാണ് സംസ്കാരം. ഭർത്താവ് പറയാ ഭാര്യ അനുസരിക്കുക, തിരിച്ചൊന്ന് പറയാനോ ചോദിക്കാനോ അവകാശം ഇല്ലായിരുന്നു. ഇവിടെ ഈ മദീനത്ത് പണ്ട് തന്നെ വേറെ സിറ്റുവേഷനാണ്. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഭാര്യയും പറയും, ഓൻ ചോദിച്ചാൽ ഇവള് പറയും, ഇവള് ചോദിച്ചാൽ ഓൻ പറയും. ഈ ഒരു തട്ടിന് മുട്ടിൻ്റെ സ്വഭാവം ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളും ഒക്കെ ഈ സ്വഭാവം വേഗം പകർത്തിയിട്ട് ഇപ്പോഴേ ഓൾക്ക് എന്തും പറയാന്നുള്ളൊരു ധൈര്യമാണ്. നിങ്ങൾക്ക് കേൾക്കണ്ടേ? നമ്മളെ 36 ഉണ്ടല്ലോ, ഞാൻ എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തട്ടുത്തരം പറഞ്ഞ് ഞാനൊന്നാണ് കൊടുത്തു ചേർന്നു. പുഞ്ചിരിച്ചു, കാരണം കൊണക്കിടതന്നെ പടിയെന്നർത്ഥം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ കൈകൊണ്ട് ജീവിതത്തിൽ ഒരു പത്നിയെയും ഒരിക്കലും അടിച്ചിട്ടില്ല, ഒരു ഭൃത്യനെയും അടിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാന്യതയാണ്. എന്തൊക്കെ സംഘർഷഭരിതമായ അന്തരീക്ഷമാണെങ്കിലും ഭാര്യമാരെയോ ഭൃത്യന്മാരെയോ അടിക്കുക എന്ന സ്വഭാവം ജീവിതത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. അത് മാന്യന്മാരുടെ സ്വഭാവമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ പെണ്ണുങ്ങൾ അത്യാവശ്യം കൂടാതെ കഴിയാപ്പൊന്നും അടിക്കാറിഞ്ഞ്. അങ്ങനെ പിറ്റേന്ന് നോക്കുമ്പോൾ വീട്ടിൻ്റെ ചുറ്റും പെണ്ണുങ്ങൾ എന്താ എല്ലാവർക്കും പറയാനുള്ളത്, മൂപ്പരടിച്ചു തന്നെ, മൂപ്പരടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പലരെയും അടികൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അടിക്കരുത് എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞു? ലഖദ് ത്വാഫ ബി ആലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറാത്ത് യശ്കൂന അസ്വാജഹുന്ന വമാ ഉലൈക മിൻ ഖൈരിക്കും. ഭർത്താക്കന്മാർ അടിക്കുന്നു എന്ന് ആവലാതി പറഞ്ഞുകൊണ്ട് ധാരാളം സ്ത്രീകൾ എൻ്റെ വീട്ടിന് ചുറ്റും നടക്കുന്നു. അവരൊക്കെ പറയുന്നത് ഭർത്താവ് അടിക്കുന്നു എന്നാണ്. എന്നാൽ വമാ ഉലൈകും ബിഖൈരിക്കും,
ഒറ്റ വാക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ അടിക്കുന്നവർ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ലവരല്ല. വേറൊരു മരുന്ന് അതിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതോടുകൂടി ആ പരാതി തീർന്നു. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് സംഘർഷം ഉണ്ടായാലും ഭാര്യമാരെ അടിക്കുക എന്നൊരു ശൈലി ആ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നല്ല സ്വഭാവം അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സ്വകാര്യ ജീവിതത്തിലെ തൻ്റെ അവകാശം സംരക്ഷിക്കാൻ മറ്റ് വഴിയില്ലാതെ വന്നാൽ അറ്റ കൈക്ക് ഫലപ്രദമാണെന്ന് കാണുന്നവർക്ക് അടിക്കാം എന്നൊരു അനുവാദം ഇസ്ലാമിലുണ്ട്. അതിനുള്ള ഷർത്തൊത്തവർ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഇന്നില്ല. അതുകൊണ്ട് ആ അടി വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം മനഃശാസ്ത്ര വിദഗ്ധനും സാമൂഹ്യശാസ്ത്ര പരിജ്ഞാനിയും ആയിരിക്കണം. ഒരു പിന്നെ അടിക്കാൻ പോവില്ല. ശരിയല്ലേ? കാരണം എന്താ, ഇവൾക്ക് അടിച്ചാൽ ഫലപ്രദമാവുമോ ഇല്ലേ എന്ന് മനഃശാസ്ത്രപരമായ അവരുടെ സിറ്റുവേഷൻ പരിശോധിച്ചിട്ട് ഫലപ്രദമാണ് എന്ന് 100% ബോധ്യപ്പെടണം. അതോടുകൂടി പരിക്ക് അപകടം വരാതെ അടിക്കുകയും വേണം. അപ്പോൾ അടിക്കേണ്ട സ്ഥലം ശ്രദ്ധിക്കണം. അടിയുടെ ശക്തിക്കുറവ് പരിശോധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു നല്ല സ്നേഹസമ്പന്നനായ ഒരു ഉസ്താദ് ഒരു കുട്ടിയെ ഒരു ചെറിയ ചുള്ളലെടുത്തുകൊണ്ട് കയ്യിൻ്റെ അടിയിൽ ഉള്ളനടിയിൽ അടിക്കുന്നതൊക്കെ പോലുള്ള ഒരടിയൊക്കെ അടിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ ആ അനുവാദമാണത്. അത് ഉപയോഗിക്കണം എന്നില്ല. അല്ല, ഉപയോഗിക്കാതിരിക്കലാണ് ഖൈർ. ഖൈറുക്കും ലി അഹ്ലി. അങ്ങനെ പറയാം. നിങ്ങൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ സ്വന്തം ഭാര്യമാരോടും മക്കളോടും ഏറ്റവും ഖൈറായി പെരുമാറുന്നവനാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി. ഞാൻ എൻ്റെ അഹ്ലികാരോട് ഏറ്റവും ഖൈറായിട്ടാണ്. നിങ്ങൾ ആരും പെരുമാറുന്നതിനെക്കാട്ടിലും ഖൈറായിട്ടാണ്. ഏതായാലും ആട്ടെ, ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി അകന്നു നിന്നു. ഒരു മാസം കഴിഞ്ഞു. 29 ഉമർ റളിയല്ലാഹു തആല എന്തു പറഞ്ഞു? നബി തങ്ങൾ കുറച്ച് അയഞ്ഞു, സമാധാനമായി സംസാരത്തിൽ എന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു അൻഹു തലഖ്ത അസ്വാജിക, പത്നിമാരെ തലാഖില്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ എന്ന് തലാഖില്ലിട്ടില്ല. അതോടുകൂടി മൂപ്പർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തക്ബീറോടെ ചൊല്ലി ഉറക്കെ. കാരണം പള്ളി നിറച്ചും ആളുകൾ ഒന്നും മിണ്ടാൻ പറ്റാതെ ബേജാറായി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പം അവർക്ക് പ്രശ്നം ഫതഹായിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ഹളറത്ത് നിന്ന് അങ്ങനെ ചെല്ലൂല, ഉറക്കാണ് ചെല്ലിയല്ലോ. പിന്നെ വന്നിട്ട് അവരോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലാഖ് ചൊല്ലിയതല്ല, ഒരു മാസം വരെ തൽക്കാലം അവർക്കൊരു അദബ് പഠിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുക മാത്രമാണ്. അത് ഏറ്റവും മനഃശാസ്ത്രപരമായ ഒരു ചികിത്സയാണ്. പെണ്ണിനൊരു സ്വഭാവമുണ്ട്, ഞാൻ മനഃശാസ്ത്രം പറയല്ല, അങ്ങോട്ട് അടുക്കും തോളും വേക്ക് ഇങ്ങനെ ആരും. ഭർത്താവ് ഇങ്ങനെ അകലുന്ന് തോന്നുമ്പോൾ കൂടുതൽ ഇങ്ങനെ അടുത്ത് തരും. അതിന് ശരി. ഇപ്പൊ ഇവിടെ ഓൽക്ക് കുറച്ചൊരകൽച്ച നബി തങ്ങൾ അല്പം വിഷമിപ്പിക്കുന്നോ എന്ന് തോന്നിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നങ്ങോട്ട് അകന്ന് നിന്നിട്ടു. തലാഖൊന്നും ചൊല്ലിയിട്ടില്ല. അതോടുകൂടി ഇവരാകെ തകർന്ന് ഓരോ രാവും വിരലുകൊണ്ട് എണ്ണാണ്. എത്ര പകൽ കഴിഞ്ഞു, എത്ര രാത്രി കഴിഞ്ഞു, അങ്ങനെ 29 അന്ന് 30 രാവായിട്ടില്ല. 29 പൂർത്തിയായ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി വന്നു. സ്വാഭാവികമായിട്ടും ആദ്യം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ. അപ്പം അവരുടെ ഇൽമു പഠിക്കാനുള്ളത് കൂടി മനസ്സിലാക്കണം. ഈ ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകന്നു നിന്നത് ഒരു ജീവിതകാലം മുഴുവനും അകന്നു നിന്നതിനേക്കാൾ മാനസികമായ പീഡനം അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നബി തങ്ങൾ വരട്ടേന്നല്ലേ. എന്നാലും നബിയെ, നിങ്ങൾ ഞങ്ങളുമായിട്ട് ഒരു മാസം വിട്ടു നിൽക്കാന്ന് സത്യം ചെയ്തിട്ട് ഇന്ന് 29 ദിവസം കഴിഞ്ഞിട്ടുള്ളൂല്ലോ. അപ്പം നബി തങ്ങൾക്ക് നല്ല സന്തോഷമായി. എന്താ സന്തോഷമായത്? ചോദ്യം ചോദിച്ചാലല്ല, ഇവർ ഞാൻ വിട്ടു നിന്നോടം മുതൽ മാനസികമായി വലിയ സംഘർഷത്തിലാണെന്നും മണിക്കൂറുകൾ എണ്ണിത്തീർക്കുകയായിരുന്നുവെന്നും
കൃത്യമായി 29 ദിവസമായി എന്ന് വളരെ കൃത്യമായി ഓർത്തിരിക്കുന്ന നിരക്ക് ശരിക്കും ഈ ഷോക്ക് ചികിത്സ ഫലിച്ചിരിക്കുന്നു. അങ്ങനെയാണല്ലോ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് പിണക്കത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ഭർത്താവ് ആദ്യം ഉപദേശിക്കുകയും രണ്ടാമത് കിടപ്പറയിൽ മാറിക്കിടക്കുകയും വേണം എന്ന് പറഞ്ഞു. അതെ, അത് മനഃശാസ്ത്രപരമായ വലിയ ഒരു ഭർത്താവിൻ്റെ കിടക്ക പങ്കിടുക എന്നതൊരു ഭാര്യയുടെ മൗലികാവകാശമാണ്, സ്ത്രീത്വത്തിൻ്റെ അംഗീകാരമാണ്. ഭർത്താവ് മാറിക്കിടക്കുകയോ ഭാര്യയെ മാറ്റിക്കിടക്കുകയോ ചെയ്താൽ അവളുടെ സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു അല്പം ഒരു അന്തസ്സുള്ള ആളാണെങ്കിൽ എൻ്റെ സ്ത്രീത്വത്തെ ഈ നിലക്ക് വെല്ലുവിളിക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ കുറ്റം തന്നെ. എന്നാ ഞാൻ സമ്മതിക്കാൻ പറ്റും. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കിടപ്പടയിൽ മാറി നിൽക്കണം, പിണങ്ങണം എന്നൊക്കെ പറഞ്ഞ്. പിണങ്ങാൻ ഞാൻ ഉണ്ടാക്കാന്നല്ല. ചെറിയ കട്ടിലാണെങ്കിലേ വിലങ്ങനാണ് കിടക്കുക, ഇജ്ജ് അവിടെ പോയി കിടന്നു പറയും, വേറെ കട്ടിലും കിടക്കാൻ പറയും. ഇവളെന്തായാലും വേറെ കട്ടിലില്ലാത്ത സ്ഥലം അവിടെ ഒറ്റ കട്ടിലുള്ളൂ, വലിയ കട്ടില. എന്നാ വേഗം വന്നിട്ട് എന്താക്കുക, ചുമരിൻ്റെ അരുവിലാണ് കിടന്നിട്ട് അങ്ങോട്ട് ചുമരിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് കിടക്കുക. ഇവളെ ഭാഗത്തേക്ക് തിരിയുകയോ പരിഗണിക്കുകയോ ചെയ്യാതിരിക്കുക, അതൊരു പെണ്ണിന് സഹിക്കാൻ കഴിയൂല. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനല്ല അതിൻ്റെ ലക്ഷ്യം. മറിച്ച് തൻ്റെ സ്ത്രീത്വം ഇയാൾ പുറങ്കാല് കൊണ്ട് തട്ടി മാറ്റി എൻ്റെ സ്ത്രീത്വത്തെ അവമതിച്ചു, അവഹേളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായും ചിലയിറ്റ തിരിഞ്ഞുത്തും, പക്ഷേ കുറവാണ്. അധിക പേരും തിരിഞ്ഞു കുത്തുന്നതിന് പകരം വീണ്ടും വിചാരം നടത്തി തൗബ ചെയ്ത് ഭർത്താവിൻ്റെ കാക്കൽ വരാൻ അത് നല്ലൊരു മനഃശാസ്ത്ര ചികിത്സയാണ്. അത് ഭരിക്കാത്തവരോടാണ് പിന്നെ എന്താക്കാൻ പറഞ്ഞത്, അടിക്കേണ്ടി വന്നാൽ അടിക്കാം. അവിടെ പക്ഷെ എന്ത് വേണം? ചിലയിട്ടുണ്ട് മൂർഖം പാമ്പിനെ അടിച്ചു വെക്കാൻ അടിയാണ് കൊണ്ടാ പടമ്മ കൂടെ കയറൂലേ, അടിയാണ് കൊണ്ട ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ പറയും. അടിച്ചോ മാനം കെട്ട് എന്നല്ലാതെ അടിച്ചാൽ പിന്നെ ഒന്നുകൂടി അടി കൊടുത്താൽ എന്താ അവൻ കൊള്ളും. പിന്നെയും പറയും നോക്കിയാണെങ്കിൽ നിങ്ങളെ രണ്ടെട്ടെന്നെ അടിച്ചിന്, ഇങ്ങനെ അടിച്ചാലുണ്ടല്ലോ പറയും, അടിച്ചാൽ അവൻ കൊള്ളും. ആ ജാതിനെ അടിച്ചാണ് മാനം കെടണോ? ഇതൊന്നും മുണ്ടാതെന്നെങ്കിൽ പോകയിനി ഓനുണ്ടാവും, ഓളെന്തായാലും മുണ്ടാതെക്കൂല. ഇങ്ങനത്തെ ഒന്ന് തൊടാൻ പാടില്ല. നല്ല അന്തസ്സും ഉളുപ്പുള്ള പെണ്ണാണ്. ഭർത്താവിൻ്റെ ആ സ്നേഹത്തോടെ അണഞ്ഞുകൂട്ടി ആലിംഗനം ചെയ്യുന്ന ആ കൈ കൊണ്ടാണല്ലോ എനിക്ക് അടി കിട്ടിയത്, എന്താണതിന് കാരണം എന്ന് ചിന്തിക്കാനും വേണ്ടി വിചാരം നടത്താനും പറ്റുന്ന മാനസികാവസ്ഥയുള്ള പെണ്ണിനെ അടിക്കാൻ പാടുള്ളൂ. അതിനിപ്പോൾ എന്താണ് മനഃശാസ്ത്രം പിന്നെ നന്നായിട്ട് അറിയണ്ടേ? അവൻ പോരാ, മർമ്മത്തിനടിക്കാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ ആദ്യം എന്താക്കണം, ഈ അക്യൂപഞ്ചറുകാർ പഠിക്കാൻ അവിടെ പോയിട്ട് ഏതൊക്കെ മർമ്മം, എവിടെയൊക്കെയാണ് അതിൻ്റെ ബന്ധം, അതാ പഠിക്കും. ഇതൊക്കെ പഠിച്ചു എന്നിട്ട് അങ്ങനത്തെ ഒക്കെ പിന്നെ അടിക്കാനും സമയം കിട്ടില്ല. ഏതാട്ടെ ഞാൻ വിഷയം നീട്ടില്ല. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സംഭവത്തോടു കൂടി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെല്ലാം പേടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകുക എന്നും അതിനെതിരിൽ നമ്മൾ കളിച്ചാൽ അള്ളാഹു നമ്മളെ കൈവെടിയും. അള്ളാഹു കൈവെടിഞ്ഞാൽ പിന്നെ ദുന്യാവും ഇല്ല ആഖിറവും ഇല്ല. അതോടുകൂടി അവരെ അച്ചടക്കം പാലിച്ചു. ഇങ്ങനെ ബഹുതിയായിരിക്കുന്ന ഹഫ്സാ റളിയല്ലാഹു തആല അൻഹ ഇബാദത്തിൽ മുഴുകി രാപ്പകലുകൾ കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെ ഞാൻ ചുരുക്കുകയാണ്. അനന്തരം ഇബാദത്തിൽ മുഴുകുകയല്ലാതെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നിട്ടും വിട്ടുനിന്നു. അല്ലാഹു തആല അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ഭാഗ്യം തങ്ങളുടെ പത്നിയായി എന്നല്ല, അതിൻ്റെ പുറമേയുള്ള പിന്നീട് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് പോലും ലഭിക്കാത്തൊരു സ്ഥാനം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള യുദ്ധത്തിൽ വലിയ പ്രസിദ്ധരായ ഹിഫാദുൽ ഖുർആൻ സഹാബത്ത് ഷഹീദായപ്പോൾ അതിനെപ്പറ്റി ആദ്യം ചിന്തിച്ചത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഈ നിലക്ക് നബിതങ്ങളിൽ നിന്നിട്ട് നേരിട്ട് ഖുർആൻ കേട്ട് ഹിഫ്ളാക്കിയ സഹാബത്ത് ഷഹീദായി പോയാൽ ഇനിയും ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ തുടരുന്ന സാഹചര്യം ചുറ്റുപാവും സംഘർഷം പരിതമാണ്. അങ്ങനെ വരുമ്പം കുറച്ച് കാലം കഴിയുമ്പോൾ നേരിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്നും ഖുർആൻ കേട്ട് ഓതിപ്പടിച്ച് ഹിഫ്ളാക്കിയ ഹിഫാദുകൾ നഷ്ടപ്പെട്ടാൽ ഖുർആൻ നഷ്ടപ്പെടാൻ ഇടവരും
കാരണം അന്ന് മുസാഫില്ലല്ലോ, ഈ ഹിഫ്ളാണുള്ളത്. അതുകൊണ്ട് അതൊന്ന് എഴുതി വെക്കൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നേരെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഹദ്റത്തിൽ വന്ന് പറയുകയും ഇതിനെപ്പറ്റി ആവശ്യപ്പെട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒറ്റ മുസാഫായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാത്തൊരു പുണ്യകർമ്മം നമുക്ക് ചെയ്യാമോ? ഇബാദത്തിൽ ഇത്തിബാഅ് വേണമെന്നാണല്ലോ. അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയുള്ള ഇബാദത്ത് പെട്ടതല്ലത്. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഫ്അലുൽ ഖൈറ, അള്ളാഹുവിൻ്റെ ദീനിൽ ഖൈറായി കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളി. അതങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ടെന്ന ആവശ്യമില്ല. അൽ ഖൈറിൽ പെട്ടതാണോ എന്നിട്ട് ആ മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഇന്നഹ അല ഖൈർ. നബി തങ്ങൾ ചെയ്തോ ചെയ്തില്ലേ എന്ന ചോദ്യം പ്രസക്തമല്ല. അല്ലാഹു തആല പൊതു അനുവാദം തന്നിട്ടുണ്ട്, വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. മുസ്ലിം സമുദായത്തിന് നേട്ടവും വിജയവും വേണോ, ഖൈറായത് എന്തോ അതൊക്കെ ചെയ്യണം. ഇത് ഏറ്റവും ഖൈറാണ് ഈ സമുദായത്തിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. അങ്ങനെ നബി തങ്ങളുടെ പ്രധാന വഹ്യ് എഴുത്തുകാരനും ബഹുഭാഷാ പണ്ഡിതനും വലിയ ഫഖീഹും ഫറായിദിന്റെ മസലയിൽ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനുമാവുന്ന സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ഷെയ്ഖൈനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെപ്പറ്റി മുസ്ലിം സമുദായത്തിൽ ആർക്കും അഭിപ്രായ ഭിന്നതയില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ നാവിൽ നിന്ന് 30 ദിവസം ഓതി പഠിച്ച ഹാഫിളാണ്. അതിൻ്റെ പുറമെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ് എഴുത്തുകാരിൽ ഏറ്റവും പ്രമുഖനും താങ്കളാണ്. അപ്പോൾ തങ്ങളെ മുന്നിൽ എടുത്ത പണി അടക്കേണ്ടതുള്ളൂ. നിങ്ങളാണെങ്കിൽ മുഴുവൻ ആദ്യാവസാനം ഹിഫ്ളാക്കിയതുമാണല്ലോ തങ്ങളടുത്തുനിന്ന്. അതുകൊണ്ട് ഹിഫ്ളുള്ള ഹാഫിളീങ്ങളെയും എഴുതി വെച്ച പലകകളെയും ഒരുമിച്ച് കൂട്ടി ഒരൊറ്റ മുസ്ഹഫായിട്ട് ഒന്ന് ജമ്മ ചെയ്യണം. അങ്ങനെ മഹാനവറുകൾ ജമ്മ ചെയ്തു. ഈ ജമ്മ ചെയ്ത മുസ്ഹഫ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരിടം കണ്ടെത്തിയത് മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. ഹാഫിളത്തുൽ മുസ്ഹഫ് എന്നാണ് അവരറിയപ്പെടുക. ആദ്യമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാലത്ത് എഴുതിയ മുസ്ഹഫ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഷെയ്ഖൈനി കൊടുത്തേൽപ്പിച്ചത് ഹഫ്സ റളിയല്ലാഹു. അപ്പം അത്രയും വിശ്വസ്തയാണ് അവർ എന്നാണ് എൻ്റെ അർത്ഥം. മുസ്ലിം ഉമ്മത്തിൽ ഒരാൾക്ക് പോലും ഭിന്നാഭിപ്രായമില്ലാത്ത അത്രയും വലിയ വിശ്വസ്തയാണ്. എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിറാഅത്തുകൾ തമ്മിൽ ഇഖ്തിലാഫ് വന്നപ്പോൾ ഇതൊന്ന് ജമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഖുർആൻ കമ്മീഷൻ 4 അംഗ സമിതി നേരത്തെ എഴുതിയ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുറമെ മുഹാജിറുകളായ ഖുറൈശികളായ 3 സഹാബത്തിനെയും കൂട്ടി 4 അംഗ സമിതി ഇതിന് കോപ്പി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഈ കോപ്പി എടുത്ത് പ്രചരിപ്പിക്കാനും അഭിപ്രായ വ്യത്യാസം ഇല്ലായ്മ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അടുക്കൽ അമാനത്തായി സൂക്ഷിച്ച മുസ്ഹഫ് ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കണം. അത് നിയമപ്രകാരം ഞങ്ങൾ കോപ്പി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു തരും. അങ്ങനെ ഈ മുസ്ഹഫ് കൊടുത്തയക്കുകയും അതിൽ നിന്നിട്ട് 8 കോപ്പികൾ എടുത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒന്ന് തലസ്ഥാനത്ത് തൻ്റെ കസ്റ്റഡിയിൽ വെച്ച് ബാക്കി 7 പട്ടണങ്ങളിലേക്ക് 7 കോപ്പികൾ കൊടുത്തയച്ചു. ചില റിവായത്തുകളിൽ കാണാൻ 5 കോപ്പികൾ കൊടുത്തയച്ചു. അതിനുശേഷം ഈ മുസ്ഹഫ് വീണ്ടും മഹദിയായിരിക്കുന്ന ഹഫ്സ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കസ്റ്റഡിയിൽ തന്നെ. ആ മുസ്ഹഫ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു തആല ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതിൻ്റെ രീതിയാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഖുർആനെ സംബന്ധിച്ചൊരു അഭിപ്രായ ഭിന്നത വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നിട്ട് 30 ദിവസം ഓതിക്കേട്ടാളും നബി തങ്ങളുടെ മുന്നിൽ ഖുർആൻ എഴുതിയിരുന്ന എഴുത്തുകാരനുമാവുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു സിദ്ദീഖിൻ്റെയും ഫാറൂഖിൻ്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് കൂട്ടിയ ആ മുസ്ഹഫ് തന്നെ ഹഫ്സ റളിയല്ലാഹു തആലയുടെ വഫാത്ത് വരെയും അവർ സംരക്ഷിച്ചു. പിന്നീട് അത് മുസ്ലിം ഉമ്മത്ത് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചു. ലോകാവസാനം വരെ അവർക്ക് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയൊരു ബഹുമതിയാണ് ഈ മുസ്ഹഫ് സംരക്ഷിക്കാൻ. ഏതായാലും മഹദി അവർകൾ ധാരാളം ഹദീസ് റിവായത്ത് ചെയ്ത അധികവും തൻ്റെ ആങ്ങളെയും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവും അവരുടെ മക്കൾ 4 പേര് അവരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത്. എന്നാൽ താബിഈങ്ങളായ ധാരാളം മഹാന്മാർ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല ആയിഷാബിയുടെ അത്രയും വ്യാപകമല്ലെങ്കിലും ഫിഖ്ഹിൻ്റെ ഏത് ബാബിലും ഇജ്തിഹാദ് ചെയ്യാനുള്ള മുജ്തഹിദിൻ്റെ ദർജയെത്തിയ പണ്ഡിതയും ആയിരുന്നു.
മഹാദ്യവർകൾ 63 വയസ്സുവരെ ജീവിച്ച് 63-ാമത്തെ വയസ്സിൽ മദീന ഷെരീഫിലാണ് വഫാത്താകുന്നത്. അന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ് അവിടുത്തെ അമീർ, മദീനയുടെ അമീർ. അതുകൊണ്ട് മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് ഹഫ്സാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മയ്യിത്ത് നിസ്കാരവും അതുപോലെ തന്നെ മയ്യിത്ത് പരിപാലനവും നടന്നത്. ഖബർ ഇടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുറേ സ്ഥലം മഹാനവറുകൾ തന്നെ വഹിക്കുകയും പിന്നീട് അവരുടെ ആങ്ങളെയും ആങ്ങളുടെ മക്കളും കൂടിയാണ് മഹദി അവർകളെ ജന്നത്തുൽ മഅല്ല എന്ന് നമ്മൾ പറയുന്ന, ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ബഖീൽ ഖർഖത്തിൽ മറമാടി ഖബറിലിറങ്ങിയതും മയ്യിത്ത് താഴ്ത്തി വെച്ചതും ഒക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും അവരുടെ മക്കളുമായിരുന്നു. അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കി അതിനെ ലോകത്ത് അവസാനം വരെ ഖുർആനിനെയും അതിൻ്റെ ഇൽമിനെയും ഹിഫ്ള് ചെയ്ത് സംരക്ഷിച്ച് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ അല്ലാഹു തആല നമുക്ക് അവരുടെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.